നമസ്കാരം. മുത്തലാഖ് ബിൽ വീണ്ടും ഓർഡിനൻസായി ഇറക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ക്യാബിനറ്റ് യോഗമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ രാജ്യസഭയിൽ മുത്തലാഖ് ബില്ല് എത്തിയെങ്കിലും ബഹളത്തെ തുടർന്ന് അത് പാസ്സാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നൊരു ആവശ്യമായിരുന്നു പ്രധാനമായിട്ടും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചത്. ആ പ്രതിപക്ഷത്തിൻ്റെ മേൽ പഴിയായിരിക്കൊണ്ട് ബിൽ പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യത്തെ BJPയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും അത്തരമൊരു സാഹചര്യത്തെ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ബിൽ ഓർഡിനൻസിന് ആയി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം രാജ്യസഭയിൽ ഒരു വർഷമായി നിലവിലുള്ള മുത്തലാഖ് ബിൽ പിൻവലിക്കാതെ തന്നെ പുതിയ ബില്ല് അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. ഡിസംബറിൽ ലോക്സഭയിൽ പാസാക്കിയ മുത്തലാഖ് ബിൽ ഉള്ള വ്യവസ്ഥകളാണ് നേരത്തെ പുറത്തിറങ്ങിയ ഓർഡിനൻസിൽ ഉണ്ടായിരുന്നത്. 3 തവണ തലാഖ് ചൊല്ലി വിവാഹ ബന്ധം ഏർപ്പെടുത്തുന്ന പുരുഷന് 3 വർഷം ജയിൽ ശിക്ഷ നൽകണമെന്നാണ് ഓർഡിനൻസിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. വാക്കുകൾ വഴിയോ ടെലിഫോൺ വഴിയോ എഴുത്തോ ഇലക്ട്രോണിക് മാധ്യമങ്ങളായ വാട്സപ്പ് SMS വഴിയോ തലാഖ് ചൊല്ലിയാലും അത് നിയമവിധേയമല്ലെന്നും ബില്ലിൽ പറയുന്നു. ഓർഡിനൻസ് വഴി പ്രകാരം മുത്തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീക്കോ അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ ഒരു FIR ഫയൽ ചെയ്യുന്നതിലൂടെ മുത്തലാഖ് ചൊല്ലിയ ആൾക്കെതിരെ കുറ്റം ചുമത്താനാകും. മുത്തലാഖ് വിധേയമായ സ്ത്രീയുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ ഇത്തരത്തിൽ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മുത്തലാഖ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇതേ തുടർന്നാണ് സെപ്റ്റംബർ 19 ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കുന്നത്. ഇതിനുശേഷം ഈ ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസം മാത്രമുള്ളൂ. അതായത് ഈ മാർച്ച് 19 ഓർഡിനൻസിൻ്റെ കാലാവധി തീരുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഓർഡിനൻസ് ഇറക്കുക എന്നത് സംബന്ധിച്ച് ആ ഘട്ടത്തിൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വളരെ പെട്ടെന്ന് ഒരു ഓർഡിനൻസ് ഇറക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങാൻ വേണ്ടി കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജ് സ്വപ്ന ബിൽ എന്ന രീതിയിൽ തന്നെയാണ് മുത്തലാഖ് ബില്ലിനെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ബില്ലിനെ പാസ്സാക്കിയെടുക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ അത് കൃത്യമായി ഓർഡിനൻസ് ആക്കിക്കൊണ്ട് നിയമമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് BJP ഇതിലൂടെ കാണുന്നത്. എന്തായാലും രാജ്യസഭയിൽ പാസ്സാക്കാൻ പറ്റാത്ത ബിൽ വീണ്ടും ഓർഡിനൻസായി ഇറക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഓർഡിനൻസായി ഇറക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാർച്ച് മാസത്തിന് മുമ്പ് ചിലപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സജീവമാവുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് ഇറക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ്. അത്തരത്തിൽ ഒരു ഓർഡിനൻസ് ഇറക്കുക ആ ഘട്ടത്തിൽ വളരെ പ്രതികൂലമായ ഒരു ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് കൃത്യമായി തന്നെ ഒരു പ്ലാനിങ് ഈ വിഷയത്തിൽ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് BJP കണക്കാക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ BJPയുമായി കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മുത്തലാഖ് ബില്ലിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലെ അടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ അടക്കമുള്ള മുസ്ലിം സ്ത്രീകളെ BJPയിലേക്ക് അടുപ്പിക്കുന്നതിനും അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ടാക്കുന്നതിനും വേണ്ടി എന്ത് വിധേനയും ഇപ്പോൾ ഓർഡിനൻസ് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നത്.